ഹായ് ഗൈസ്, ഇന്നൊരു ഫേസ്ലെസ് എന്ന് പറയാൻ പറ്റത്തില്ല, ഹാഫ് ഫേസ് ഉള്ള ഒരു ബ്ലോഗാണ്. അപ്പം എല്ലാവരും വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യ് പ്ലീസ്. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ വീഡിയോ ഫുള്ള് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അറിയിക്കണം. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ഡിസ്ക്ലെയിമർ അല്ല, വീട്ടിലോട്ട് വന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയുകയാണ്. ഈ വീഡിയോയിൽ കാര്യമായിട്ട് അങ്ങനെയൊന്നുമില്ല. എൻ്റെ കുറേ പ്രോഗ്രാം പേജുകളും ഞാൻ വളവളാന്നിട്ട് വർത്താനം പറയുന്നത് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതൊക്കെയാണ്. ചുമ്മാ ക്യാഷ്വലായിട്ട് എടുത്തൊരു വീഡിയോ ആണ്, വലിയ എസ്തെറ്റിക്സ് ഒന്നുമില്ല, ചുമ്മാ ആരോഗ്യത്തിന് എടുത്തതാണ്. അപ്പം വീഡിയോട്ട് നോക്കും, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ. വീട്ടിലോട്ടൊക്കെ കുറച്ച് നേരമായി, ഫ്രഷൊക്കെ ആയി. ഇനിയും കുളിക്കണം, ഫുഡ് കഴിക്കണം, അങ്ങനെ കുറച്ച് പരിപാടികൾ. തണുത്ത കാലാവസ്ഥയാണ്, ഈ മഴയുടെയൊക്കെ ആയിട്ട് തണുത്ത വെള്ളത്തിൽ കുളിക്കാനൊരു ചെറിയ മടി. അപ്പം ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ട് കുളിക്കണം. നമുക്ക് ഈ കാണുന്ന കലത്തിലാണ് വെള്ളം തിളപ്പിക്കേണ്ടത്. അപ്പം വെള്ളം തിളപ്പിക്കാൻ കുളിക്കാൻ കലയുണ്ട്. അരി തെറ്റിയിരിക്കാണെങ്കിൽ കുളിക്കണ കുറച്ചധികം വെള്ളം വേണം. അപ്പം പിന്നെ ഈ കലത്തിലേക്ക് തിളപ്പിക്കാൻ നോക്കും. വെള്ളം ചൂടായി കഴിഞ്ഞു. ഇനി കുളിക്കുള്ള ടൂൾസായ തോർത്ത്, ലൂഫ്, സോപ്പ്, പിന്നെ നല്ല ഡ്രസ്സും ഒക്കെ എടുത്തുകൊണ്ട് ഇനി കുളിക്കാൻ പോകും. അപ്പോൾ കുളിച്ചിട്ട് വന്നിട്ട് കാണാം. ഗായ്സ്, അന്തരീക്ഷത്തിൻ്റെ മട്ടവും പാവവും ഒക്കെ മാറുന്നു. വലുതെന്തോ വരാൻ പോകുന്നതായിട്ട് തോന്നുന്നു. വല്ലാണ്ട് നേച്ചറൽ മഴയാണ്. അപ്പോൾ ശരി, ഞാൻ കുളിച്ചിട്ട് വരാം. കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. അപ്പം ഇപ്പോൾ കട വരെ പോയതാണ്. എൻ്റെ വീട്ടിൽ തവിട് കൊടുത്ത് വാങ്ങിച്ച ഒരാളുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ എൻജോയ് ചെയ്ത് പ്രസവിച്ച എൻ്റെ അനിയൻ, അവൻ്റെ പിറന്നാളാണിന്ന്. പിന്നെ ഭയങ്കര VIP ആയതുകൊണ്ട് പാൽപ്പായസം അല്ലാണ്ട് വേറെ പായസം ഇറങ്ങത്തില്ല സാധനം. അപ്പം പിന്നെ പാവല്ലേ, മുമ്പിലും തമ്മിൽ വളർന്നല്ലേ എന്നോർത്ത് ഞാൻ അവന് പായസം വെക്കാനായിട്ട് സാധനം വാങ്ങാനായിട്ട് പോയതാണ്. എൻ്റെ അനിയനോടുള്ള സ്നേഹം നിങ്ങൾ കാണണം ഗൈസ്. ഇത്രയും മഴയത്ത് ഞാൻ അവന് വേണ്ടി പായസം വെക്കാനായിട്ട് സാധനം വാങ്ങാനായിട്ട് മഴ നനഞ്ഞ കുടയും പിടിച്ച് ഞാൻ നടന്ന് പോയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ആത്മാർത്ഥത അതൊന്ന് കണ്ടാൽ മതിയായിരുന്നു. തവിട് കൊടുത്ത് വാങ്ങിച്ചതാണെങ്കിലും ഞങ്ങൾ ഒരു പാത്രത്തിൽ കൈയിട്ട് വാരി ഒരു പായി ഉറങ്ങി വളർന്നവരല്ലേ ഗൈസ്. അപ്പോൾ പിന്നെ ഇച്ചിരി പായസം വെച്ച് കൊടുക്കാൻ നോക്കും. അങ്ങനെ മഴേനെയൊക്കെ ഞാൻ തരണം ചെയ്ത് പായസം വെക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി മന്ദം റോഡിൽ കൂടെ നടന്നു പോകുന്നു. ഞാനിങ്ങനെ ഫോണിൽ കൂടെ നോക്കി റോഡിൽ കൂടെ എന്നിട്ട് വഴി പോകുന്നവരൊക്കെ എന്നെ നോക്കുന്നു. നമുക്കറിയാവുന്നവരൊക്കെ തന്നെയാണ്. അവരവർക്ക് ഇന്നലെ വരെ കുഴപ്പമില്ലാത്തൊരു കൊച്ചായിരുന്നു, പെട്ടെന്ന് എന്തോ സംഭവിച്ചെന്ന് ഓർത്ത് കാണും. എന്താ ഭയങ്കര ഒരു വീഡിയോ അങ്ങ് ഇരിക്കട്ടതോ. ട്രാജഡി ഇപ്പോൾ ഉണ്ടായാൽ വീഡിയോ നോക്കി നടന്ന് ഇപ്പോൾ ഒരു പശുവിൻ്റെ അണ്ണാക്കിച്ചുണ്ട് ഞാൻ ചാടിയാൽ. എൻ്റെ അനിയാണ്, ഇതൊക്കെ കാണുന്നുണ്ടോ എൻ്റെ ഈ ത്യാഗങ്ങളൊക്കെ. വലിയ കാര്യത്തിൽ എൻ്റെ ഉള്ളിൽ ഇൻവെർട്ടറിനെയൊക്കെ ഉറക്കി കിടത്തിക്കൊണ്ട് ഞാൻ ഫോൺ നോക്കി സംസാരിച്ചൊക്കെ നടക്കുന്നുണ്ട്. ഈ സംസാരിക്കുന്നതൊക്കെ ഇത് റെക്കോർഡാവുന്നുണ്ടോ, ക്ലിയറായിട്ട് കേൾക്കുന്നുണ്ടോന്നൊന്നും എനിക്കറിയത്തില്ല. കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വോയിസ് കേൾക്കും, അല്ലെങ്കിൽ എല്ലാം ഓടി ഇട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, എങ്ങനെ നടന്ന ഞാൻ എനിക്ക് ഇത്രയും തെളിക്കട്ടുണ്ടെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി. ഞാൻ വീട്ടിൽ വന്നു, ഡ്രസ്സൊക്കെ മാറി, അകപ്പാടെ നനഞ്ഞായിരുന്നു. ഇപ്പം സമയം 1:30 ഇപ്പോഴാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത്. എനിക്ക് ദോശ ചൂടോടെ വേണം, കുറച്ച് നിർബന്ധങ്ങളുള്ള കുട്ടിയാണേ. അപ്പോൾ ചൂടോടെ ദോശ ഉണ്ടാക്കിയിട്ട് ചൂടോടെ കഴിക്കട്ടെ. ഓക്കെ, അങ്ങനെ ഉച്ചക്കത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ കഴിഞ്ഞു. ഇനിയും പായസം ഉണ്ടാക്കുന്ന റെസിപ്പി നോക്കണം. റെസിപ്പിയൊക്കെ സെറ്റായിട്ടുണ്ട്, ഇനിയും ഉണ്ടാക്കണം. പാൽപ്പായസത്തിൽ എൻ്റെ ആദ്യത്തെ പരീക്ഷണമാണ്. ഞാൻ അടപ്രഥമൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പാലട ഉണ്ടാക്കിയിട്ടുണ്ട്, സേമിയ ഉണ്ടാക്കിയിട്ടുണ്ട്. പാൽപ്പായസം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പോഴാണ് അവസരം കിട്ടിയത്. എന്തായാലും ഉണ്ടാക്കാം. എന്ത് കൊള്ളാവില്ലെന്ന് അറിയത്തില്ല, കൊള്ളാവില്ലെങ്കിൽ ഞാൻ കൊടുക്കും. അപ്പോൾ റെസിപ്പി ഉണ്ടാക്കാൻ റെസിപ്പിയിലേക്ക് പോയിട്ട് പായസം ഉണ്ടാക്കാൻ തുടങ്ങി. ടിപ്പ് ഉണ്ടാക്കിയാൽ ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തീരും. എൻ്റെ കുക്കിങ് ഭയങ്കര ഇഷ്ടമാണ്. പായസം വെച്ച് കരണ്ടും പോയി, ഇങ്ങനെ കിടക്കും. കാണുക രസമില്ല. കറണ്ട് വന്നിട്ട് ഇങ്ങനത്തെ എന്തെങ്കിലും പണിയുണ്ടോ എന്നൊക്കെ. പൈസയൊക്കെ കുടിച്ചു. ഞാൻ ഉണ്ടാക്കിയ പൈസ എന്ന് പറയില്ല, അടിപൊളി പൈസ ആയിരുന്നു. 2 ഗ്ലാസ് കുടിച്ചു. അപ്പം 2 ഗ്ലാസ് പൈസ കുടിച്ച് അതിൻ്റെ മത്തിൽ കുറച്ചെല്ലാം കിടന്നു. എന്നിട്ടിപ്പോൾ എണ്ണീറ്റു. ഇവിടെ ഫുൾ മഴയായിരുന്നു. അത് കാരണം ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഒത്തിരി പ്ലാനൊക്കെ ചെയ്ത് അത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഷൂട്ട് പിന്നെയും ചെയ്തിട്ടത് സാരമില്ല, നാളെ സെറ്റാക്കാം. കുറച്ച് മിക്സർ കഴിച്ചിട്ട് ഇനി ബാക്കി റെസ്റ്റ് എടുക്കാൻ നോക്കും. അവന് മിക്സർ കഴിച്ച് തീർത്തിട്ട് ഞാൻ വരാം.
ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് കറക്റ്റൊന്നും ഇല്ലാന്ന് എനിക്കറിയാം, ഞാൻ ചുമ്മാ എടുത്തൊരു വീഡിയോ ആണ്. അപ്പം വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ കമൻസിലൂടെ അറിയിക്കണം. പിന്നെ ഈ വീഡിയോ ഫുള്ള് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഹാർട്ട് കമൻറ്റ് അകത്തിട്ടേക്കണേ. ചുമ്മാ എനിക്കൊന്ന് അറിയാൻ എത്ര പേര് ഫുള്ളിരുന്ന് കണ്ടു എന്നറിയാനായിട്ട്. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.